ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം കാർ ഓടിക്കാനായിട്ട് ഇരിക്കുന്ന പോലെ വേറൊരാൾ യൂസ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷെ നമ്മളെടുത്ത് വെക്കുമ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനെ ഒരാൾ മനസ്സിലാക്കി ആ ബുദ്ധിമുട്ടിനെ നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഹിയറിംഗ് എയ്ഡിൻ്റെ അകത്തെ പ്രോഗ്രാംസ് കസ്റ്റം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു 3 മാസം കൊണ്ട് ഒരാളുടെ ഹിയറിംഗ് എയ്ഡ് പ്രോപ്പറായിട്ട് ആൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആള് റിയൽ ലൈഫിൽ പോയി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് അതിന് കറക്ഷൻ ചെയ്താണ് നമ്മളതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം പിന്നെ അത് അഡാപ്റ്റ് ചെയ്യണം. കാര്യം ഞാൻ പറഞ്ഞില്ല, ആദ്യം നമുക്ക് ക്ലച്ച് എവിടെ, ഗിയർ എവിടെ, കാറ് ഓടിക്കുമ്പം നമുക്ക് ഫുൾ ടെൻഷൻ, അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം, ഇതെല്ലാം വരും. അപ്പോൾ പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആവും. നമ്മൾ പോലും അറിയാതെ ഇതെല്ലാം ചെയ്യും. അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡിൽ കൂടെ കേൾക്കാനും നമ്മൾ പോലും അറിയാതെ ചെയ്യും. പക്ഷെ അതിനുള്ള പ്രാക്ടീസും അതിനുള്ള ടൈമും എടുക്കും. എന്തായാലും ഒരു 3 to 6 months എടുക്കും. ഒരു ഫുള്ളി ഒരാൾ ഫുള്ളി പഴയ രീതിയിൽ കേൾക്കുന്ന രീതിയിലേക്ക് പെർഫോം ചെയ്ത് വരാനായിട്ട് അത്രയും ടൈമെങ്കിലും എടുക്കും. പക്ഷെ OTCയിൽ വരുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടാവത്തില്ല. അപ്പം ആൾക്കാർ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും. അതാണിത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്.